വന്ദേ മാതരം പൂർണ്ണമായി പാടുക, അതല്ലെങ്കിൽ ആദ്യ രണ്ട് ഈരടികൾ പാടുക എന്നുള്ളത് ഒരു മതവർഗീയ പ്രശ്നമല്ല, അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. വന്ദേ മാതരത്തിൻ്റെ നാൾ വഴികൾ, അതിൻ്റെ ചരിത്രം ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ തന്നെ ബഹുസ്വര സമൂഹത്തിൽ അത് പൂർണ്ണമായും ആലപിക്കുന്നത് യോജിക്കാവുന്നതല്ല എന്നുള്ള നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. മതനിരപേക്ഷ ഇന്ത്യ, അതിലെല്ലാവരും ഉണ്ട്. യഥാർത്ഥ മതവിശ്വാസികൾ അവർ വിശ്വസിക്കുന്ന മതം, അതിൻ്റെ രീതികൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ താല്പര്യപ്പെടാത്തവരാണ്. നമുക്കറിയാമല്ലോ, അത് ഹൈന്ദവ മതമായിക്കോട്ടെ, ക്രൈസ്തവ മതമായിക്കോട്ടെ, ഇസ്ലാം ആയിക്കൊള്ളട്ടെ, അടിച്ചേൽപ്പിക്കുന്നതിന് യഥാർത്ഥ മതവിശ്വാസികൾ യോജിക്കില്ല. അതുകൊണ്ട് തന്നെ വന്ദേ മാതരം എല്ലാ ഈരടികളും സർക്കാർ പരിപാടിയിൽ അവതരിപ്പിക്കുന്നത് മതനിരപേക്ഷ ഇന്ത്യ നേരത്തെ തള്ളിയതാണ്. പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്ര സർക്കാർ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ, മതവർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. പിന്നീട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ഇത് അഡ്വൈസറി മാത്രമാണ്, മാൻഡേറ്ററി അല്ല, നിർബന്ധമല്ല, വേണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാമെന്ന് പറഞ്ഞു. ദൗർഭാഗ്യവശാൽ UDF ഗവൺമെൻറ്റിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇത് പൂർണ്ണമായും പാടി. അത് ഞങ്ങൾ ശക്തമായി അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി. LDF അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. പിന്നീട് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, അത് പൂർണ്ണമായും പാടുമെന്ന് കരുതിയിരുന്നില്ല. അതായത് പൂർണ്ണമായി പാടാൻ പാടില്ലായിരുന്നു എന്ന നിലപാട്, ഞങ്ങൾ ഉയർത്തിയ നിലപാട് അദ്ദേഹം അംഗീകരിച്ചു. അത് പൂർണ്ണമായി പാടും എന്ന് അറിഞ്ഞില്ലായിരുന്നു എന്ന അദ്ദേഹത്തിൻ്റെ വാദത്തോട് ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പക്ഷേ ഞങ്ങളൊരു പുതിയ സർക്കാർ എന്നുള്ള നിലയിൽ അപ്പോൾ അതിനെ ക്രോസ് ചെയ്യാൻ പോയിട്ടില്ല. കാരണം ഇതിൻ്റെ ടൈം ഒക്കെ നേരത്തെ തന്നെ ലഭിക്കുന്നത്, അതിനെ ക്രോസ് ചെയ്യാൻ പോയില്ല. പക്ഷേ ഞങ്ങൾ ശക്തമായ നിലപാടെടുത്തു. ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇത് ഭരണഘടനാ വിരുദ്ധമായൊരു നിലപാടാണ്. പൂർണ്ണമായും ദേശീയ ഗീതം പാടുന്നത് ശരിയല്ല. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ഉൾപ്പെടെ എല്ലാവരും ഇത് വ്യക്തമാക്കിയാണ് ഇന്ത്യ പ്രഖ്യാപിച്ച കാര്യമാണ്. അന്ന് ഞങ്ങളെടുത്ത നിലപാട് ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് ശരിവെച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗഘട്ടത്തിൽ ആദ്യ രണ്ട് ഈരടികൾ മാത്രം അവിടെ അവതരിപ്പിച്ചത് LDF എടുത്ത, മതനിരപേക്ഷ കേരളം എടുത്ത ശക്തമായ നിലപാടിനെ അംഗീകരിച്ചാണ്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതിനെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഒരു തിരുത്തൽ ശക്തിയായി മാറാൻ തുടക്കത്തിലെ വളരെ ക്രിയാത്മകമായി പ്രതിപക്ഷത്തിന് സാധിച്ചു എന്നുള്ളതിൻ്റെ നിലപാടിൻ്റെ വിജയം കൂടിയായിട്ട് ഇതിനെ കാണണം.